നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന വേദനിക്കുന്ന നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് എറണാകുളം ജില്ലയിൽ കൂവപ്പടി ഗ്രാമപഞ്ചായത്തിൽ 8-ാം വാർഡിൽ പറക്കുന്നത്തുകുടി വീട്ടിൽ അന്തോണി മകൻ ദേവസി. ഇദ്ദേഹത്തിന് 52 വയസ്സുണ്ട്. ഇദ്ദേഹം ഒരു വൃക്ക രോഗിയാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം വീതം ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുന്നു. ഞാൻ സാംസൺ ജേക്കബ്, കൂവപ്പടി ഗ്രാമപഞ്ചായത്തിൽ 8-ാം വാർഡിലെ മെമ്പറാണ്. എൻ്റെ വാർഡിൽ കുറിച്ചിലക്കോട് കല്ലിക്കുടി പ്രദേശത്ത് പറക്കുന്നത്തൂടി വീട്ടിൽ ദേവസി എന്ന് പറയുന്ന ചേട്ടൻ കഴിഞ്ഞ 2 വർഷമായി കിഡ്നി പേഷ്യൻ്റാണ്. അദ്ദേഹം സ്ഥിരമായി ഡയാലിസിസ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ വീട് വളരെ സാഹചര്യങ്ങളും എല്ലാം എനിക്ക് വളരെ വ്യക്തമായിട്ടറിയാം. സാമ്പത്തികമായി വളരെ പിന്നോക്കാവസ്ഥയിലുള്ള ഒരു കുടുംബമാണ്. പഠിക്കുന്ന 2 മക്കളുണ്ട്. അപ്പോൾ ചികിത്സാ സഹായത്തിന് സാമ്പത്തിക സഹായം ആവശ്യമുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ ഗുഡ്നസ് TV-യുടെ നല്ലവരായ എല്ലാ പ്രേക്ഷകരുടെയും സഹായം അദ്ദേഹത്തിനും കുടുംബത്തിനും ഉണ്ടാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എറണാകുളം ലിസി ഹോസ്പിറ്റലിലായിരുന്നു ചികിത്സ. ഇദ്ദേഹം ഒരു ഡ്രൈവർ ജോലിക്കാരനായിരുന്നു. ഇപ്പോൾ അസുഖത്തെ തുടർന്ന് ജോലിക്ക് പോകുവാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇവർക്ക് മറ്റു വരുമാന മാർഗങ്ങൾ ഒന്നുമില്ല. ഇദ്ദേഹത്തിന്റെ ഭാര്യയും പഠിക്കുന്ന 2 മക്കളുമാണ് ഇവർക്കുള്ളത്. എൻ്റെ പേര് ഷീബ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 20 വർഷമായി. ഞങ്ങൾക്ക് 2 കുട്ടികളാണുള്ളത്. അവരിപ്പോൾ പഠിക്കുകയാണ്. ചേട്ടന് ഇപ്പോൾ ഡയാലിസിസ് തുടങ്ങിയ അസുഖം. ചേട്ടന് ഡ്രൈവറായിരുന്നു. ഷുഗറായിരുന്നു ആൾക്ക്. ശരിക്കും മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഷുഗറിൻ്റെ. വർഷങ്ങളായി ഷുഗർ കഴിച്ചു തുടങ്ങിയിട്ട്, ഷുഗറിൻ്റെ ഗുളിക കഴിച്ചു തുടങ്ങിയിട്ട്. അതിൽ നിന്നാണ് ഇപ്പം ഈ കിഡ്നിക്ക് കംപ്ലൈൻറ്റ് വന്നതും ഡയാലിസിസ് ചെയ്യാനുള്ള സാഹചര്യങ്ങളും വന്നതും. അതാണ് ഇപ്പം ആഴ്ചയിൽ 3 ഡയാലിസിസ് വീതമാണ് ചെയ്യണത്. ശ്വാസം മുട്ടൊക്കെ കൂടുതലായി വന്നതുകൊണ്ട് 3 ആക്കിയേക്കാണ്. ഏകദേശം 30,000 രൂപയോളം മരുന്നുകൾക്കും ഡയാലിസിസിനുമായി വേണ്ടിവരും. ഇവർക്ക് അതിനുള്ള സാധ്യത ഒന്നും തന്നെയില്ല. നാട്ടുകാരുടെയും ചില സംഘടനകളുടെയും സഹായം മൂലമാണ് ഇവർ ഇതുവരെ മുന്നോട്ടു പോയിരുന്നത്. ഇപ്പോൾ അതിനും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇവർ ഗുഡ്നസ് TV-യെ സമീപിച്ചത്. ഗുഡ്നസ് TV-യുടെ നല്ല മനസ്സുള്ള പ്രേക്ഷക സമക്ഷം ഇവർ ഇവരുടെ അപേക്ഷ വയ്ക്കുകയാണ്. ഞങ്ങൾക്ക് ഈ പെര ഞങ്ങൾ പണിതതും സാമ്പത്തികമായി ലോൺ എടുത്താണ് ഞങ്ങൾ പെര പണിതേക്കുന്നതും. ഞങ്ങൾ ഈ ഒരാക്കടെ വരുമാനത്തിലാണ് ഞങ്ങൾ കഴിഞ്ഞു കൂടിക്കൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് വേറെ മുതലോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴാണെങ്കിൽ 3 ഡയാലിസിസിന് പോകുന്നത് കൊണ്ട് എനിക്ക് വേറെ ജോലിക്കൊന്നും പോകാനും പറ്റണില്ല. ഞാനിവിടെ അടുത്തുള്ളൊരു വീട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ 3 ദിവസം പോകുന്നുണ്ട്. 3 ദിവസം ഇപ്പോൾ പോകാൻ പറ്റണില്ല. ഡയാലിസിസ് വേറെ ആളില്ലാത്തതുകൊണ്ട് കൂടെ ആൾ വേണം. അപ്പോൾ അതുകൊണ്ട് വേറെ പോണില്ല. വീട്ടിൽ ഒരാൾ ഇത്തരം രോഗങ്ങൾക്ക് അടിമപ്പെട്ടാൽ മറ്റുള്ളവരുടെ ജീവിത രീതികളും അവതാളത്തിലാകുന്നത് സ്വാഭാവികം. ഇവിടെ ഇദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു ജോലിക്കും പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. വിദ്യാർത്ഥികളായ മക്കളും രോഗിയായ ഭർത്താവും 2 കൂട്ടർക്കും വേണ്ടി അമ്മ വീട്ടിൽ നിന്നേ പറ്റൂ. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കൂലി ജോലിക്കാരായ ഇത്തരം മനുഷ്യരുടെ അവസ്ഥ പിന്നെ എന്തായിരിക്കുമെന്ന്
നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. നമ്മുടെ മനസ്സുകളെ വിഷമിപ്പിക്കുന്ന ഇത്തരം സന്ദർഭങ്ങൾ തന്നെയാണ് മനോഗുണ പ്രവൃത്തികൾക്കായി നമ്മെ പ്രേരിപ്പിക്കുന്നതും നമ്മിൽ പ്രചോദനമായി മാറുന്നതും. ഭയങ്കര സാമ്പത്തികമായിട്ടുള്ള നല്ല ബുദ്ധിമുട്ട്. ഇപ്പോൾ ഒരു കൊല്ലമായിട്ടുള്ളൂ മോള് ചേർന്നിട്ട്. ചേട്ടന് പാടില്ലാത്തപ്പിനെയാണ് ആളെ കോളേജിൽ ചേർത്തേക്കണത്, പഠിക്കാൻ ചേർത്തേക്കണത്. ആദ്യത്തെ ഒരു വർഷമായിട്ടുള്ളൂ. GNM കോഴ്സിനാണ് ചേർന്നേക്കണത്. മൈസൂരാണ് പഠിക്കണേ. ഇപ്പോൾ ഒരു വർഷത്തെ പൈസ ഞാൻ ഇങ്ങനെ മറ്റുള്ളവർ ഓരോരുത്തരൊക്കെ തന്ന് അതിൽ നിന്ന് അടച്ച് ലോണും കാര്യങ്ങളും ഒന്നും എടുത്തിട്ടില്ല പഠിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഈ പേര ലോണിലായതുകൊണ്ട്, ബാങ്കിൽ വെച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ലോൺ കിട്ടാൻ കുറവാണ്. അതുകൊണ്ട് ഇപ്പം ലോൺ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും. മോൻ +1 പഠിക്കുന്നത്. ശരിക്കും ഞങ്ങൾ ഒരു ബുദ്ധിമുട്ടിലാണ് താമസിക്കുന്നത്. ഇദ്ദേഹം തൊഴിലിനായി കാസർഗോഡ് പോയ സമയത്താണ് രോഗം മൂർച്ഛിക്കുന്നതും പിന്നീട് ജോലി ഉപേക്ഷിച്ച് തിരികെ പോരേണ്ടി വന്നതും. മറ്റ് ദുശീലങ്ങൾ ഒന്നുമില്ലായിരുന്ന ഈ മനുഷ്യന് ഈ രോഗം വന്നതിൽ ഇവർ വിഷമിക്കുകയാണ്. ചേട്ടന് ഡ്രൈവർ പണിയായിരുന്നു, വണ്ടി ഓടിക്കൽ. ആദ്യം മണൽവാരലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് മണൽവാരലിൻ്റെ പണി കഴിഞ്ഞ് നിന്ന സമയത്താണ് ഡ്രൈവിങ്ങിന് പോയി തുടങ്ങിയത്. വണ്ടി ഓടിക്കൽ മടയിലെ വണ്ടിയാണ് ഓടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതിൽ നിന്ന് ഇവിടുന്ന് ആള് കാസർഗോഡിന് പോയായിരുന്നു. അവിടെ ചെന്നേ പിന്നെയാണ് ഈ അസുഖം കൂടാൻ കാരണം ഈ ഷുഗറിൻ്റെ ഗുളികയിൽ നിന്ന് വന്നതാണെന്നാണ് പറഞ്ഞത്. വീട്ടിൽ ഈ നല്ല രീതിയിൽ തന്നെയാണ് കുടുംബം ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. വേറെ ദുശീല സ്വഭാവങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. ആൾ വീട് നോക്കുന്ന ഒരാളായിരുന്നു. അത് പിന്നെ ആൾ പോവാണ്ടായപ്പോഴാണ് ഞങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ട് വന്നത്. ഷുഗർ ആദ്യം കൂടുതലായിരുന്നു. പിന്നീട് ഷുഗർ കുറയുകയും ക്രിയാറ്റിൻ കൂടുകയും ചെയ്തു. ശരീരം ആകെ നീരു വന്നു. പിന്നീട് ലിസി ഹോസ്പിറ്റലിൽ പോയി ചികിത്സ തുടങ്ങി. വൃക്ക മാറ്റിവെക്കലാണ് പരിഹാരമായി ഡോക്ടർമാർ നിർദ്ദേശിച്ചത്. ഭാര്യ വൃക്ക നൽകുവാൻ തയ്യാറുമായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിനത് ഭയമായതിനാൽ വൃക്ക മാറ്റിവെക്കൽ വേണ്ടെന്ന് വയ്ക്കുകയായിരുന്നു. ഇനി ജീവിതകാലം മുഴുവനും ഡയാലിസിസിന് വിധേയനായി വേണം ജീവിക്കുവാൻ. ദൈവം അനുവദിക്കുന്ന അത്രയും കാലം മുന്നോട്ട് പോകട്ടെ എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അസുഖം തുടങ്ങിയത് ഷുഗർ തീരെ കുറഞ്ഞു. ഷുഗർ കൂടുതലായിരുന്നു ആൾക്ക് ഇവിടുന്ന് ജോലിക്ക് പോകുമ്പോൾ. പിന്നെ ഷുഗർ തീരെ കുറഞ്ഞും പോയി. ക്രിയാറ്റിൻ കയറി 9.5 വരെ എത്തിയായിരുന്നു. കാലുമ്മ നീരും മൊത്തം ആകമാനം മൊത്തം ഫുൾ നീരായിട്ടാണ് ഇവിടുന്ന് പണി സ്ഥലത്തുനിന്ന് ജോലി സ്ഥലത്തുനിന്ന് ആൾ വീട്ടിൽ വന്നത്. അങ്ങനെയാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഡോക്ടറെ കാണാൻ ലിസിയിലാണ് പോയത്. ലിസി ചെന്ന് കഴിഞ്ഞ് ഡോക്ടർ ചെക്കപ്പ് എല്ലാം നടത്തി കഴിഞ്ഞപ്പോഴാണ് പറയണത് 2 കിഡ്നിക്കും കംപ്ലൈൻ്റ് ആയി. ഒരു കിഡ്നി തീരെ പോയി, മറ്റേ കിഡ്നിക്കും പകുതിയോളം ആയിട്ടുണ്ട് ഇത്. അപ്പോൾ ഡയാലിസിസ് ചെയ്യണം. ഡയാലിസിസ് ചെയ്ത് നമുക്ക് 3-4 ചെയ്ത് നോക്കാമെന്നാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഇത് മുന്നോട്ട് തന്നെ ജീവിതകാലം വരെ ഡയാലിസിസുമ്മ തന്നെ പോകണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഇത് തീരെ കുറയണില്ല, ക്രിയാറ്റിൻ കുറയുന്നില്ല. 9.5 തന്നെയാണ് നിൽക്കണേ. മാറ്റി വെക്കണ കാര്യം ഡോക്ടർ ചോദിച്ചു. 54 വയസ്സല്ലേ ആയിട്ടുള്ളൂ, അപ്പോൾ മാറ്റി വയ്ക്കാം, അതിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ താല്പര്യം എനിക്ക് ഉണ്ട്. കാരണം കിഡ്നി കൊടുക്കുന്നെങ്കിൽ എൻ്റെ കൊടുക്കണം. പിന്നെ ചേട്ടന് പേടിയുണ്ട് വെക്കാനും. അപ്പോൾ ജീവിച്ച് പോണോടത്തോളം കാലം ഇങ്ങനെ തന്നെ പോട്ടെ എന്നാണ് പറയണത്.
ഷുഗർ ഇല്ല. ഇപ്പം ഷുഗർ തീരെ കുറഞ്ഞാണ് നിൽക്കുന്നത്. ഇപ്പം ഷുഗറിൻ്റെ മരുന്നൊന്നും കഴിക്കണില്ല. ഈ ക്രിയാറ്റിൻ കൂടി നിൽക്കുകയാണ്. പിന്നെ മൂത്രത്തടസ്സം ഉണ്ട്, മൂത്രം പോവാനും ബുദ്ധിമുട്ടാണ്. അങ്ങനെ പോകുന്നു. ഇപ്പം മരുന്ന് അലിസിയിലെ മരുന്ന് തന്നെയാണ് കഴിക്കണേ. ചേട്ടന് കിഡ്നി മാറ്റി വയ്ക്കണതിന് ഒരു ഭയമാണ്. കാരണം പേടിയുണ്ട് ആൾക്ക് വെക്കാൻ. അപ്പം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ ഡയാലിസിസ് തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അപ്പം ഈ ഗുഡ് ന്യൂസ് TV ചാനൽ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കണം. ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. കൂടാതെ ഞങ്ങളുടെ 2 മക്കൾ പഠിക്കുകയാണ്. ഞങ്ങൾ നല്ല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ ആണ്. നിങ്ങൾ സാമ്പത്തികമായിട്ട് ഞങ്ങളെ സഹായിക്കണം. ഇദ്ദേഹത്തിൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഡയാലിസിസ് മുടങ്ങാതെ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകർ സമക്ഷം ഈ അപേക്ഷ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്തുവാൻ നമ്മെക്കൊണ്ട് കഴിയുന്ന സഹായം നൽകി നമുക്ക് ഇദ്ദേഹത്തെ സഹായിക്കാം. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാർ, ഗുഡ്നസ് TVയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ആഷിഖ് എന്ന കുട്ടിക്ക് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് ആഷിഖിൻ്റെ അമ്മ ഷേർലിയാണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ ആഷിഖിന് ജന്മനാ തന്നെ ചില വൈകല്യങ്ങളുണ്ട്. അതായത് മൂത്രവും മലവും ഒന്നും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. അപ്പം ചെറുപ്പകാലം മുതൽ ജനനം മുതൽ ആ കുഞ്ഞിന് ചികിത്സ ആവശ്യമായിരുന്നു. ഇപ്പോഴും ചികിത്സിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും 14 വയസ്സായി. ചികിത്സ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സ്കൂളിലൊക്കെ പോകുന്നുണ്ടെങ്കിലും ഈ പ്രശ്നമുള്ളതുകൊണ്ട് അതത്ര ശരിയായ വിധത്തിൽ മുന്നോട്ട് പോകാനായിട്ടും സാധിക്കാത്ത സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ അവൻ്റെ ഒരു കിഡ്നിക്കും പ്രശ്നമുണ്ട്. അമൃതയിലെ ചികിത്സയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു ഓപ്പറേഷൻ ആവശ്യമുണ്ട്, അതിന് തുക വേണം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഗുഡ്നസ് TV ആഷിഖിനെ കുറിച്ച് അറിയാനായിട്ട് ഇടയാകുകയും ആഷിഖിൻ്റെ അസുഖ വിവരങ്ങൾ ഗുഡ്നസ് TVയിലൂടെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പോഴും നല്ലവരായ ഗുഡ്നസ് TVയുടെ പ്രേക്ഷകർ വളരെ നിർലോഭമായിട്ട് സഹകരിച്ചതിൻ്റെ ഭാഗമായിട്ട് 2,05,000 രൂപ പിരിഞ്ഞു കിട്ടുകയുണ്ടായി. ഈ തുക നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ആഷിഖിൻ്റെ അമ്മ ഷേർലി ഏൽപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ഈ തുക ഞാനിപ്പോൾ ആഷിഖിൻ്റെ അമ്മയെ ഏൽപ്പിക്കുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഗുഡ്നസ് TVയുടെ പേരിൽ പ്രത്യേകം നന്ദി പറയുന്നതിനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ആഷിഖിൻ്റെ കുടുംബം ഒരു നിർധന കുടുംബമാണ്. പിതാവ് ഒരു മത്സ്യത്തൊഴിലാളിയാണ്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഈ രോഗവും അതിൻ്റെ ഭീകരമായിട്ടുള്ള ചെലവുകളെയും അവർക്ക് നേരിടേണ്ടി വന്നത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഗുഡ്നസ് TV പ്രേക്ഷകരെ ഈ വിവരം അറിയിക്കുന്നതിനായിട്ട് ഇടയായത്. നിങ്ങൾ വളരെ ഉദാരമായിട്ട് ഇതിന് സംഭാവന നൽകുകയുണ്ടായി. പലരും എന്നോട് ഈ ആഷിഖിൻ്റെ കാര്യം പ്രത്യേകം വിളിച്ച് ചോദിക്കുകയും വിവരങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. വളരെ താല്പര്യപൂർവ്വം നിങ്ങൾ ഈ കുഞ്ഞിനെ ഏറ്റെടുക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. നിങ്ങൾ നിങ്ങളുടെ ചെറിയ സമ്പാദ്യത്തിൽ നിന്നും ചെറിയ പെൻഷനിൽ നിന്നും
നിങ്ങളുടെ കൂലിയിൽ നിന്നുമൊക്കെ മിച്ചം വെച്ചാണ് ഇതിന് തുക അയക്കുന്നതിനായിട്ട് നിങ്ങൾ തയ്യാറായത്. 100 രൂപ മുതൽ അയച്ച ആളുകളുണ്ട് എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അനുസ്മരിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ് ഗുഡ്നസ് ടിവിയുടെ പേരിൽ. നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായ വിധത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഈ കുഞ്ഞിനെ നമുക്ക് ഓർക്കുകയും അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. അവൻ്റെ രോഗം എത്രയും പെട്ടെന്ന് സുഖമാക്കുന്നതിനും അതുപോലെ തന്നെ ആരോഗ്യത്തിലേക്ക് വീണ്ടും വരുന്നതിനും മറ്റു കുട്ടികളെ പോലെ സ്കൂളിൽ പോകുന്നതിനും പഠിക്കുന്നതിനുമുള്ള അവസരം അവന് ലഭിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് അവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെ ദൈവം സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പേര് ഷേർലി. ഗുഡ്നസ് ടി വിയിലൂടെ സമരിയ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും നന്ദി. പ്രാർത്ഥനയിലും ഞങ്ങളെ ഓർക്കണം.